വീണ്ടും കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ബീഹാറിലെ കുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് ഭീകരനായ ദയാനന്ദ് മാൽക്കർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ ബീഹാറും അധികം വൈകാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമായി തന്നെ അവിടെ പ്രഖ്യാപിക്കുമെന്നതാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെ ഉൾപ്പെടെ തന്നെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ഇപ്പോൾ നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി ആയുധങ്ങൾ അടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ബീഹാറിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കുപ്രസിദ്ധ കമ്മ്യൂണിസ്റ്റ് ഭീകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരോധിത CPI മാവോയിസ്റ്റ് സംഘടനയുടെ നോർത്ത് ബീഹാർ സെൻട്രൽ സോണൽ കമ്മിറ്റി സെക്രട്ടറിയായ ദയാനന്ദ് മാൽക്കർ എന്ന ചോട്ടുവാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ ബീഹാറിലെ ബഹുസാരയിൽ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിന് ഇടയിലാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷനിൽ ഇയാളുടെ 2 കുട്ടികളെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും നിരവധി ആയുധങ്ങളടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബീഹാർ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയതും. മാൽക്കറിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രത്യേക രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ജില്ലയിൽ പോലീസ് സംയുക്തമായി തന്നെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ തന്നെ മാൽക്കർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് വെടിയുതിർക്കുകയുമാണ് ചെയ്തത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ ദയാനന്ദ് മാൽക്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. 14ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മാൽക്കർ വടക്കൻ ബീഹാറിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റുമുട്ടൽ സ്ഥലത്തുനിന്ന് 5.56 mm ഇൻസാസ് റൈഫിൽ, ഒരു നാടൻ പിസ്റ്റൾ, 25 മറ്റു റൈഫിലുകൾ, 15 മറ്റ് ആയുധങ്ങൾ, അതായത് സ്ഫോടക വസ്തുക്കൾ ഇവയെല്ലാം തന്നെ കണ്ടെടുത്തു. 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച കൊടും ഭീകരൻ ഉൾപ്പെടെയാണ് ഛത്തീസ്ഗഡിൽ 10 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഉന്നത മാവോയിസ്റ്റ് നേതാക്കന്മാരും ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഈ പ്രദേശത്ത് വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതിലാണ് തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് നേതാവിനെ അടക്കം കഴിഞ്ഞ ദിവസം വധിച്ചതും. എന്നാൽ ഇതോടുകൂടി തന്നെ ആശ്വാസമായി എന്ന് പറയാൻ സാധിക്കില്ല എന്നും മാവോയിസ്റ്റുകളെയും നക്സലൈറ്റുകളെയും അവരെ വേരോടെ പിഴുതെറിയുന്നതുവരെ വിശ്രമം ഉണ്ടാകില്ല എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അതിർത്തി സുരക്ഷാ സേനയും പോലീസും ഒക്കെ തന്നെ വളരെ ഭംഗിയായി തന്നെ അവരുടെ ജോലികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോൾ 10ലധികം മാവോയിസ്റ്റുകളെ വധിച്ചത് എന്നതാണ്. ഛത്തീസ്ഗഡിലെ ഗരിബന്ദ് ജില്ലയിൽ സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റുമുട്ടലിൽ 10 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ മെയിൻസ്പൂർ വനത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ 10 ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു. 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച നക്സലൈറ്റ് മനോജ് എന്ന ഭീകരനടക്കമാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.